Good morning, all. Good Good morning. morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ അൻസാർ അബ്ബാസ് സാറാണ്. സാറ് മെന്റലിസ്റ്റ് ആണ്, ഹിപ്നോട്ടിസ്റ്റ് ആണ്. സാറ് കൊച്ചിയിൽ കണ്ടെയ്നർ ഓടിക്കാൻ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരിക്കും. സാറ് അതിലിരുന്ന് തന്നെയായിരിക്കും ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അതെ, സാറിനെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ആൻഡ് ഹെൽത്തി ആൻഡ് വെൽത്തി മോർണിംഗ്. ആരോഗ്യം, സൗഖ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും എന്നെയും ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് സ്ഥിരമായിട്ട് മോർണിംഗ് സർക്കിൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അറിയാലോ, ടോപ്പിക് സെലക്ട് ചെയ്യാനായിട്ട്. അല്ലേ? ശരിയല്ലേ സൂസൻ ഞാൻ പറഞ്ഞത്? Yes, yes, that's right. ആ ഇപ്പൊ ഒരിക്കലും ആ ഒരു ആവർത്തനം ഉണ്ടാകരുതെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളുകളാണ് നമ്മളുടെ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർ. മറ്റുള്ളവർക്ക് അതിന്റെ പ്രശ്നം വരുന്നില്ല, അവർക്ക് അറിയുന്നില്ലല്ലോ ഇത് എടുത്തതാണോ ഇത് വന്നതാണോ എന്ന് പെട്ടെന്ന് അറിയില്ല അവർക്ക്. അവര് ഇടയിൽന്ന് കയറി വന്നൊരു ക്ലാസ് എടുക്കുന്നു, അവർ പോകുന്നു എന്ന് നമ്മൾ അതിന് നല്ല ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്ത് ഹാപ്പിയാക്കി സന്തോഷമാക്കി അവരെ വിടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഞാൻ എങ്ങനെ ടോപ്പിക് സെലക്ട് ചെയ്യാൻ നോക്കിയിട്ട് അത് നടക്കുന്നില്ല. ഇത് ഓരോ ദിവസവും ടോപ്പിക്കുകൾ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാം സൈക്കോളജി, അതുമായിട്ട് ബന്ധപ്പെട്ടത്, എനർജി ബൂസ്റ്റ് ചെയ്യണത്, രാവിലെ തന്നെ നമ്മളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ട് എങ്ങനെ നമ്മളുടെ ഓരോ ദിവസം റൊട്ടീൻ ചെയ്യേണ്ടത് എന്നുള്ള തുടങ്ങിയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും ഇങ്ങനെ പാസ് ചെയ്ത് പോയി. ഇനി ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം വലിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാലും എങ്ങനെ നോക്കിയിട്ടും ഞാൻ അതിൻ്റെ ആവർത്തന വിരസത കാണുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിന് നമ്മൾ വെറുതെ ഇരിക്കുന്നത്, ഇന്നൊരു എന്റർടൈൻമെന്റ് ആകാം എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു മെന്റലിസം, മൈൻഡ് ഹാക്കിംഗ് എങ്ങനെയാണ് ഇതിൽ ഓൺലൈനിൽ ഒരു പരിധി ഉണ്ട്. എല്ലാവർക്കും അറിയാം സംഭവം. ഒരാളെ നമ്മളെ നേരിട്ട് അരികിൽ നിന്ന് അയാളുടെ ബോഡി ലാംഗ്വേജും അതുപോലെ അവരുടെ എന്താണ് അവരുടെ ചിന്തകളിലേക്ക് ഒന്ന് അങ്ങോട്ട് ഫോഴ്സ് ചെയ്യാനായിട്ട് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. എന്നാലും നമുക്കൊരു 50-50 ചാൻസ്. നമുക്ക് നോക്കാം എത്രത്തോളം സക്സസ് ആവും എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ ഇത് സക്സസ് ആയാലും ഇല്ലെങ്കിലും എല്ലാം ഞാൻ അറിയുന്ന ആളുകളല്ലേ എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇന്ന് ഫ്രണ്ടിലേക്ക് വന്നിക്കുന്നത്. ഓക്കെ, ഹോട്ട് സീറ്റ് എന്താണ് മെന്റലിസം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മാജിക് എന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആർട്ട് ഫോമാണ് മാജിക്. മാജിക്കിന്റെ ഞാൻ പഴയ കാലത്തിലേക്ക് ഞാൻ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ 5000 വർഷം പഴക്കമുള്ള ഒരു ആർട്ട് ഫോമാണ് മാജിക്. BC 2700-കളിലൊക്കെ ഈജിപ്തില് ഒരു മെജീഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഡിഡി എന്നാണ്. അദ്ദേഹം ഇത് ബ്രേക്ക് ആവുന്നുണ്ട്, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. കാഴ്ചവെക്കുന്ന ഒരു അത് പിന്നീട് മോഡൽ ശരിയല്ല. പുള്ളി അറിയുന്നില്ല. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ക്ലിയർ ആയാ? ഇപ്പൊ ക്ലിയർ ആണ്, പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ആയി പൊട്ടി 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 പോകുന്നോണ്ട് ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ കേട്ടില്ല, മനസ്സിലായില്ല. ഈജിപ്തിലെ ആളിന്റെ കാര്യം പറഞ്ഞ കേട്ടു, കഴിഞ്ഞിട്ട് പിന്നെന്തോ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. ഇപ്പോഴും ബ്രേക്ക് ആവുന്നുണ്ട്, നെറ്റിന്റെ ബ്രേക്ക് ആവുന്നുണ്ട് പറയുന്നതിനകത്ത്. ക്ലിയർ ആയോ എന്ന് പറഞ്ഞത് കേട്ടു, പക്ഷെ ബ്രേക്ക് ആവുന്നോണ്ടിരിക്കുകയാണ്. ആണോ? അതെയാ? പൊട്ടി പൊട്ടി പോവാ. നോക്കാം. അതെല്ലേ, ഞാൻ കുറെ നേരം നോക്കിയിട്ടാണ് ഒരു സ്ഥലം കറക്റ്റ് സെറ്റ് ചെയ്തത്. ഇവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു 2 മിനിറ്റ്സ് ഞാൻ
സെറ്റ് ആക്കിട്ട് വരാം. ഒന്ന് നോക്ക്. യെസ് യെസ്. ഇപ്പൊ ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ നമുക്ക് ക്ലിയർ ആണ്. നോക്കാം. നമുക്ക് അങ്ങനെ വിശ്വസിക്കാം ഇത് മുന്നോട്ട് ക്ലിയർ ആയിരിക്കുമെന്ന്. അതെ, നോക്കട്ടെ, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. അപ്പോ ഞാൻ പറയുന്നത് ഏകദേശം ഒരു 5000 വർഷം പഴക്കമുള്ള ഒരു ആർട്ട് ഫോം ആണ് ഈ മാജിക് എന്നൊക്കെ പറയുന്നത്. അവിടെ ആദ്യമായിട്ട് ഈജിപ്തിലെ, ഇപ്പൊ ചരിത്രത്തിലുള്ളത് ഈജിപ്തിലെ ഒരു ഡിഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാകാരൻ, മാന്ത്രിക കലാകാരൻ, അദ്ദേഹം അവിടുത്തെ രാജാവിനാണ് ഇതുപോലുള്ള അത്ഭുതകരമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചത്. പക്ഷെ അന്നൊക്കെ ഉണ്ടായിരുന്നത് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല. അന്ന് ശരിക്കും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ മാജിക് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം. പിന്നീടാണ് 1800-കളിലൊക്കെയാണ് ഇത് അവിടുത്തെ മറ്റേ ഗ്രീക്കിലും റോമിലൊക്കെ ഉണ്ടായിരുന്ന തെരുവ് കലാകാരന്മാരാണ് അവിടെ തെരുവുകളിലും അതുപോലെ തന്നെ മേളകളിലൊക്കെ ഇതുപോലെയുള്ള മാജിക് പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ച് കൊണ്ടുവന്നിരുന്നത്. ഈ 1800-കളുടെ അവസാനം ഈ മാജിക്കിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രത്യേക ഒരു ശാഖയാണ് മെന്റലിസം എന്ന് പറയുന്നത്. അത് ഇതുപോലെ മറ്റുള്ളവരുടെ മനസ്സിൽ നിന്ന് വായിച്ചെടുക്കുന്ന തരത്തില്, അത് ശരിക്കുണ്ട് അവരുടെ മൈൻഡ് റീഡ് ചെയ്തെടുക്കുന്നതും ഉണ്ട്. അതല്ലാതെ കുറച്ച് നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് ഗിമിക്കുകളും കാര്യങ്ങളും അതെല്ലാം എന്താണ് നമ്മളെ കുറച്ച് പീക്ക് ചെയ്തിട്ടും അവരെ ഫോഴ്സ് ചെയ്തിട്ടൊക്കെ അവരെ മനസ്സ് വായിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകതരം ആർട്ട് ഫോമാണ് മെന്റലിസം അഥവാ മൈൻഡ് ഹാക്കിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് കുറെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് ഭയങ്കര ബോറായി പോകുന്നുള്ളത് കൊണ്ടും ഇത് എൻ്റെ ലൈഫിലെ ഒരു സ്റ്റോറി ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസന്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഇവിടെ ഈ ഹോട്ട് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ ഫുൾ കാമായിട്ട് വിശ്വസിക്കുന്നു. അപ്പൊ അതിൽ എനിക്ക് വേണ്ടത് എൻ്റെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കളായ നിങ്ങളുടെ ഹെൽപ്പ് വളരെയധികം അത്യാവശ്യമാണ്. എനിക്ക് ആകെ ഇപ്പൊ 2-3 പേരൊക്കെ തന്നെ കാണാൻ കഴിയുള്ളൂ. ഇപ്പൊ സാധാരണ സ്വാഭാവികമായിട്ടും നമ്മ ഇപ്പൊ വീഡിയോ ഓണാക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരും ഓണാക്കാനൊന്നും പോണില്ല. എല്ലാവരും എന്താണ് സംഭവം എന്ന് അറിയാനും പോണില്ല. മറ്റുള്ളവര് ചിലപ്പോ ഇപ്പൊ എന്നെ പോലെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പ്രിപ്പയർ ആവണമല്ലോ. ഇപ്പൊ സൂസൻ മാമിനെ പോലെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അല്ലാതെ ഇത്രയും ധൈര്യം ശോഭരാജിന് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോ നമുക്ക് തുടങ്ങാം. അപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന സൂസൻ മാമിനെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അതായത് പെട്ടുപോയി അല്ലേ? ഞാൻ പെട്ടുപോയി അല്ലേ? പെട്ടുപോയി. അതായത് എനിക്ക് പറയാനുള്ളത്, ഞാനും സൂസന മാമും തമ്മിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട്. മാമ് അത് വിശ്വസിക്കോ? യെസ്. അതായത് ഉണ്ട് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാല്, ഞാനും സൂസൻ മാമും തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരു 2 കിലോമീറ്ററിന്റെ അടുത്ത് ഡിഫറൻസ് ഉള്ളൂ ഞങ്ങൾ തമ്മിൽ. ഞാൻ നിൽക്കുന്ന സ്ഥലവും എന്റെ റൂമും സൂസൻ മാമിന്റെ വീടും തമ്മിൽ ഏകദേശം 2 കിലോമീറ്ററിന്റെ അടുത്തുള്ളൂ. ഇന്ന് വരെ ഞാൻ സൂസൻ മാമിനെ കണ്ടിട്ടില്ല. എന്ന സ്ഥാനത്ത് നമ്മള് കാശ്മീരുള്ള ഫ്രണ്ടിനെ വരെ പോയി കണ്ട് അവരായിട്ടിരുന്ന് സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ട്. സത്യമാണ്, ഉള്ള കാര്യം പറയണത്. സൂസൻ മാമിനെ കാണാൻ പോകാനായിട്ട് അതിയായ ആഗ്രഹം ഉള്ളത് കൊണ്ടും സൂസൻ മാം ഇവിടെയാണെന്ന് അറിഞ്ഞ ആ സമയത്ത് തന്നെ ലൊക്കേഷൻ വാങ്ങിച്ച് കയ്യിൽ കരുതി കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. ഓർമ്മയുണ്ടോ? അപ്പം എനിക്ക് പക്ഷെ നമ്മൾ തമ്മിൽ ഒരു പ്രത്യേക കണക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഇത്രയും ഡെഡിക്കേറ്റ്, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് സർക്കിളിൽ ഒരു ദിവസം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഇന്നലെ സ്റ്റെഫി മാം ചോദിച്ചു സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവണം, ഒരു വല്ലാതെ എന്തോന്ന് തികയാത്ത പോലത്തെ ഒരു അവസ്ഥയാണ്. അത് ഫിനിഷിങ് ആവണില്ല, അന്നത്തെ ഡേ കംപ്ലീറ്റ് ആവുന്നില്ല. എത്രത്തോളം നമ്മൾ സംഭവം നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടുമെങ്കിലും അതങ്ങോട്ട് കംപ്ലീറ്റ് ആവുന്നില്ല. രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ 8 മണിക്ക് എഴുന്നേറ്റാൽ പോലും ഐ അത് വേണ്ടായിരുന്നു, ആ ഉറക്കം വേണ്ടായിരുന്നു എന്ന് രാവിലെ തന്നെ നമ്മളോട് തോന്നിപ്പിക്കും. അത്രയും ഡെഡിക്കേറ്റഡ് ആയി ഇപ്പോ നമ്മുടെ മോർണിംഗ് സർക്കിളിൽ. അതിന് ആദ്യമായിട്ട് നമ്മളുടെ വിംബിൾ ഹോൾ ടീമിനും പ്രത്യേകിച്ച് നമ്മുടെ സജന മാമിനും നമ്മൾ നന്ദി പറയണം. പിന്നെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്ന ഞങ്ങളുടെ ലിഫ്ന മാമിനും, പിന്നെ ഇതിലെ ഞങ്ങളിങ്ങനെ നല്ല വൈബോട് കൂടി പിടിച്ചു നിർത്തുന്ന ഞങ്ങളുടെ സൊറബറ ടീമിനൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാണ്. പിന്നെ നമ്മളുടെ ഇതിലുള്ള എന്നും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല ഈ മുഖങ്ങള്, കാണാത്ത മുഖങ്ങൾ, പേരുകളിൽ മാത്രം കാണുന്ന കുറെ ആളുകളുണ്ട്. എല്ലാവർക്കും ഞാൻ നമ്മുടെ ഈ വേദിയിലേക്ക് തന്നെ നമ്മുടെ സജന മാം സ്വാഗതം ചെയ്തെങ്കിലും ഞാൻ ഒന്നും കൂടെ ഒന്ന് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാണ്.
അയ്യോ, അപ്പോ സ്റ്റക്കായോ? നമുക്ക് ഉം, ഞാൻ പറഞ്ഞ പോലെ ഉം. സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ സൂസൻ മാമുമായിട്ട് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ പോവാം. വളരെ ഇത് സൂസൻ മാമിന് എനിക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് സൂസൻ മാം ജസ്റ്റ് ഒന്ന് ഫോണിലെ കാൽക്കുലേറ്റർ ഒന്ന് ഓണാക്കിയാൽ കൊള്ളായിരുന്നു. ഓക്കെ. അതിന് മുമ്പ് എനിക്ക് ചെറിയൊരു പണിയുണ്ട്. ഓണാക്കിയാ യെസ്, ഓണാക്കി. ഞാൻ അതിനു മുമ്പ് ഒരൊറ്റ നിമിഷേ. ആ അതില് സൂസൻ മാം ചെയ്യേണ്ടത്, സൂസൻ ആ മാമിന്റെ ജീവിതത്തിൽ ഉം. ഏറ്റവും ഒരു ഒരു സക്സസ് ആയിട്ടുള്ളതോ ഒരിക്കലും മറക്കാൻ പറ്റാത്തതോ ആയിട്ടുള്ള ഒരു ദിവസം, ഒരു വർഷം. ഉം. വർഷം. ഒന്ന് ജസ്റ്റ് അതിലൊന്ന് ടൈപ്പ് ചെയ്യുക. കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യാനോ? കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്ററിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. എന്നെ കാണുന്നുണ്ടോ? ഞാൻ ഒരു ചെറിയൊരു കാര്യം കാണത്തില്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണത്തില്ല, ഓക്കെ അടഞ്ഞിരിക്കുക. ഓക്കെ, കുഴപ്പമില്ല. ഉം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ഒരു സ്പെഷ്യലായ വർഷം അല്ലേ? ആ ഒരു സ്പെഷ്യൽ ഡേ. വർഷം വർഷം. യെസ്, ഗോട്ട് ഇറ്റ്. ടൈപ്പ് ചെയ്തു. ഓക്കെ. ഓക്കെ. ഇനി അത് പ്ലസ് പ്ലസ് പ്ലസ്. അത് എത്ര വർഷം മുമ്പാണ്? അത് അതിൽ നോക്കിയാൽ അറിയാലോ. അത് ഈ വർഷമാണെങ്കിൽ 0 എന്ന് ഇട്ടാൽ മതി. അതല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ അത് എത്ര വർഷം മുമ്പാണെന്നുള്ളത് അറിയാലോ. അറിയാം. യെസ്. അതും കൂടെ ഒന്ന് പ്ലസ് ചെയ്തിട്ട് ആ വർഷം ഒന്ന് എത്ര വർഷം മുമ്പാണ്, അതിപ്പോ 1 വർഷമാണോ 2 വർഷമാണോ, അതൊന്ന് ഓക്കെ. ഒന്ന് ടൈപ്പ് ചെയ്യാം. പ്ലസ്. യെസ്. ഓക്കെ. ഇനി സൂസൻ മാമിനെ ആരോടും പറയണ്ട, ഞാനിത് പുറത്തേക്ക് പബ്ലിക് ആക്കൊന്നുമില്ല. സൂസൻ മാമിന്റെ നമ്മളുടെ ഡേറ്റ് ഓഫ് ഇയർ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്ലസ് ചെയ്യണം. ആ പ്ലസ്. പ്ലസ് ചെയ്തു. ഓക്കെ. ഓക്കെ. ഞാൻ ചെയ്തിട്ടുണ്ട്, നോക്കട്ടെ നടപടി ആയിട്ടുണ്ടോ നോക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒരു 50-50 ചാൻസ് ആണ്. ഇതുമെന്നാണ് നമ്മളുടെ ഇന്നത്തെ കണക്ഷൻ പോകുന്നത്. ഇന്ന് സൂസൻ മാം ഇത് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ മാത്രമാണ് സ്റ്റോറിയിലേക്ക് കണക്ട് പറ്റുള്ളൂ. ശരിയാവും. എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് ഞാൻ അറിയില്ല. അന്ന് നമുക്ക് നോക്കാം. നോ ടെൻഷൻ. ഞാൻ എന്റെ തിരിച്ചു വരട്ടെ. ഞാൻ വന്ന ഇല്ല. ഇപ്പൊ വന്നു. ഇപ്പൊ വന്നു. ഓക്കെ. ഇപ്പോ കുറച്ച് ഒരു ആൻസർ ഇട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കണേ, നമ്മളുടെ ഇന്ന് സൂസൻ മാം വിചാരിക്കുക ഇന്നാണ് സൂസൻ മാമിന്റെ ബർത്ത്ഡേ. ഇന്നാണ് ജസ്റ്റ് സൂസൻ മാം നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ മോർണിംഗ് ടീമും സൂസൻ മാമിന് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാണ്. അപ്പോൾ സൂസൻ മാം ഇന്നത്തെ ദിവസം അത് എന്താണ് ഒരു നമ്മളെ നല്ലൊരു പ്രോഗ്രാമായ പോലെ അവിടെ ഇരുന്നിട്ട് ഈ പൊസിഷനിൽ നിന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കുക എന്നുള്ള ലെവലിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സൂസൻ മാമിന്റെ ബർത്ത്ഡേ, ഈ വർഷത്തെ സൂസൻ മാമിന്റെ ബർത്ത്ഡേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലസ് ചെയ്തിട്ടൊന്ന് ടോട്ടൽ ആൻസർ ഒന്ന് മൈൻഡിലൊന്ന് വെച്ചാൽ മതി. വെയിറ്റ് എ മിനിറ്റ്, എന്താ പ്ലസ് ചെയ്യേണ്ടത്? ബർത്ത്ഡേയുടെ പ്ലസ് ബർത്ത്ഡേ, അതായത് ഈ എത്ര ഏജ് ആയി എന്നുള്ളത്. അത് ഓൾറെഡി പ്ലസ് ചെയ്തല്ലോ. അല്ല, അത് നമ്മൾ ഇയർ മാത്രമല്ലേ പ്ലസ് ചെയ്തോളൂ. ഓ, ഇയർ ആയിരുന്നു പ്ലസ് ചെയ്യേണ്ടേ? ഓക്കെ, ഒറ്റ സെക്കൻഡ്, വയസ്സല്ലായിരുന്നു. ഓക്കെ ഓക്കെ. അതായത് നമുക്ക് വേണ്ടത് നിലവിൽ സൂസൻ മാമിന് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ഇയർ, ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സൂസൻ മാമിന്റെ ഒരു ഇയർ, പ്ലസ് അത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് അത് പോയിന്നോ, എത്ര വർഷം ആയി എന്നെടുത്തത്, പിന്നെ സൂസൻ മാമിന്റെ ഡേറ്റ് ഓഫ് ഇയർ, പ്ലസ് ഇന്നത്തെ സൂസൻ മാമിന്റെ പ്രായം, ബർത്ത്ഡേയുടെ പ്രായം. ഞാൻ ആരോടും പറയില്ല, ഞാൻ എടുക്കും, ഇങ്ങനെ പതിയെ എടുക്കുള്ളൂ, ടെൻഷൻ അടിക്കാനില്ല.
സൂസൻ മാം എപ്പോഴും യങ് തന്നെയല്ലേ, അതിലെന്താ ടെൻഷൻ അടിക്കാനുള്ളത്? അപ്പൊ ഓക്കെ. ഇതൊക്കെ ആയില്ലേ? യെസ്. ആ ആ, ഈ ഓക്കെ. ഇപ്പൊ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ആ എമൗണ്ട് സീക്രട്ട് ആയിട്ട് വെക്കാം. നമുക്ക് ആ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചെയ്യാം. ഞാൻ മൈൻഡിലൊന്ന് എടുക്കാൻ നോക്കുകയാണ്. അതില് ഉം. എവിടെയെങ്കിലും ഒരു 2 വരുന്നുണ്ടോ? ആ മൊത്തത്തിലുള്ള നമ്പറിലാണോ അതോ ടോട്ടൽ നമ്പറിലാണോ? അല്ലല്ല, എവിടെയെങ്കിലും അതിലൊരു 2 വരുന്നുണ്ടോ? ഇൻക്ലൂഡിങ് ദ ടോട്ടൽ ഓർ ഇൻഡിവിജ്വൽ നമ്പേഴ്സ്? ഇൻഡിവിജ്വൽ നമ്പേഴ്സിൽ ഇല്ല, ഇല്ല. 2 ഞാൻ വരുന്നില്ല. ഉം. അപ്പൊ സൂസൻ മാം എഴുതിയതിൽ ഒരു കണക്കിൽ തെറ്റുണ്ട്. തെറ്റിയിട്ടില്ല. ഒന്നും കൂടെ ഒന്ന് add ചെയ്യാം. തെറ്റിട്ടുണ്ട്. ഞാൻ പറയണേ, ഉം. സൂസൻ മാമിന് ഇവിടെ ചെയ്യേണ്ടത്, സൂസൻ മാമിന്റെ ലൈഫിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു ഇയർ റൈറ്റ്, അതെടുത്തു. പ്ലസ് അത് ഇന്നത്തെ വർഷം തുടങ്ങിയിട്ട് അത് എത്ര വർഷം മുമ്പാണെന്നുള്ളത്. അതായത് Right. 2026 ആണെങ്കിൽ 0, 25 ആണെങ്കിൽ 1, അങ്ങനെ എത്ര വർഷം മുമ്പാണെന്നുള്ളത്. അത് കറക്റ്റ് ആണ്. സൂസൻ അത് മാമിന്റെ കറക്റ്റ് ആണ്. ഈ ഡേറ്റ് ഓഫ് ഇയർ പ്ലസ് ഇന്ന് ഈ ഇയറിൽ സൂസൻ മാമിന് എത്രയാണ് ബർത്ത്ഡേ. അത് ചിലപ്പോ ഇനി വരാനിരിക്കുന്നതാണെങ്കിൽ അത് കറക്റ്റ് ചെയ്തത്. അതാണ് ഞാൻ ഇന്ന് ബർത്ത്ഡേ എന്ന് പറഞ്ഞത് സൂസൻ മാമിന്റെ. യെസ്, ചെയ്തു. ഇന്ന് ബർത്ത്ഡേ ആണെങ്കിൽ സൂസൻ മാമിന് എത്ര ഇയർ വരുന്നത്? യെസ്, അത് ഞാൻ ചെയ്തു. ഒന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു But ടോട്ടൽ unfortunately, സം there എമൗണ്ട് is ഒന്ന് പറഞ്ഞേ. ടോട്ടൽ സം എമൗണ്ട്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ വർഷം പറയുമ്പോൾ ഫുൾ വർഷം എഴുതണം അല്ലേ? ഇപ്പം 1926 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഫുൾ അത് എഴുതണം അല്ലേ? അവസാനത്തെ 2 എഴുതിയാ പോരാ? 1926 അങ്ങനെ എഴുതണം. പോരാ. ഓക്കെ. സോ അങ്ങനെയാണ് എഴുതിയേക്കണത്. അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, ഇപ്പൊ ഞാനത് കറക്റ്റ് ചെയ്തു. സോ പ്ലസ് ഇന്നത്തെ ദിവസത്തെ എന്റെ വയസ്സ്. ഓക്കെ, ചെയ്തു. ഒരു മിനിറ്റ് ഇനിയിപ്പോ എന്തായാലും വിരോധം ഇല്ലെങ്കിൽ ഒന്ന് ടോട്ടൽ സം എമൗണ്ട് ഒന്ന് പറഞ്ഞേ. ടോട്ടൽ സം എമൗണ്ട് 4051. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഉണ്ടല്ലേ? എവിടെയായിരിക്കാം? എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഇയർ ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് ഇയർ മെന്റലിസ്റ്റിന് തെറ്റാൻ പാടില്ലല്ലോ. അതാ 1987. 1987. അതിന് 2026 മൈനസ് 39 അല്ലേ വരുന്നത്? അയ്യോ, പ്ലസ് 39 അല്ലേ വരാ? അതെല്ലോ. ഓക്കെ. ഓക്കെ. മാമിന്റെ ഡേറ്റ് ഓഫ് ഇയർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, കുഴപ്പമില്ല, നമുക്കല്ലേ. ഡേറ്റ് ഓഫ് ഇയർ 1961. 61. ഓക്കെ. $65 വരൂലേ ലാസ്റ്റ്? അല്ല, പക്ഷെ കറക്റ്റ് ഡേറ്റ് ആകാഞ്ഞോണ്ടാ. മാം വയസ്സ് കുറക്കുന്നുണ്ട്. അല്ല, 65 അതാണ് ഞാൻ ആണെന്ന് പറഞ്ഞത്. പറയാം. ഇന്നാണ് ബർത്ത്ഡേ ഞാൻ പറഞ്ഞു, പ്രത്യേകം ഞാൻ പറഞ്ഞു. അയ്യോ, ഞാൻ പറഞ്ഞു ഇന്നാണ് ബർത്ത്ഡേ ഈ വർഷത്തില്. റൈറ്റ്. തെറ്റിക്കരുത്, മെന്റലിസ്റ്റ് തെറ്റിക്കരുത്. ഓക്കെ, ഓക്കെ. 65. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് 2 വരുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇതിൽ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, കുഴപ്പമില്ല, റിലാക്സ്. അപ്പൊ ആ സം എമൗണ്ട് മൈൻഡിൽ വെക്കാട്ടോ. ഓക്കെ.
ഓക്കെ. ഇനി നമുക്ക് ഇനി ഞാൻ എന്റെ സ്റ്റോറി പറയാൻ പോവാണേ. ഉം. സ്റ്റോറി പറയുന്നതിന് മുമ്പ് ഒരാൾക്കും കൂടെ ഞാനൊരു ഫോഴ്സിങ് ആണ്, ജസ്റ്റ് ഒരു ഫോഴ്സിങ്. എന്റെ കയ്യിൽ ഞാനിവിടെ ഒരു നാല് പേപ്പർ ഇങ്ങനെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നാലാണ് ഈ സ്റ്റോറിയിലേക്ക് എനിക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ, കാണുന്നുണ്ടോ? 4 പേപ്പർ കാണുന്നുണ്ടോ? ഇങ്ങനെ കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കാണാം. അയ്യോ, പിന്നെയും സ്റ്റക്ക് ആവുന്നില്ലേ? എന്നോട് പറഞ്ഞു സജന മാം ഇല്ലാത്ത സ്ഥലത്തായി പോയി എന്ന്. അതായത് സജന മാം പറഞ്ഞത് സജന മാമിനെ വിളിക്കരുത്, സജന മാമിനെ വിളിക്കരുത് എന്ന്. കേൾക്കുന്നുണ്ടാ? അങ്ങനെ പറഞ്ഞോ? അങ്ങനെ അങ്ങനെ പ്രത്യേകം പറഞ്ഞോ? പറഞ്ഞു. അപ്പൊ സജന മാം അത് ഇതിൽ ശരി. നിന്ന് ഏതെങ്കിലും ഒരു 2 നമ്പർ ഒന്ന് മാമിന്റെ ഇഷ്ടത്തിന് ഒന്ന് സെലക്ട് ചെയ്തേ. സെലക്ട് ചെയ്തു. ഒന്ന് പറഞ്ഞോ, നമുക്കിത് എലിമിനേറ്റ് ചെയ്ത് കളയാം. 2 and 4. ഓക്കെ, ഇനി എനിക്കുള്ളത് ആകെ 2 നമ്പറാണ്, 1 and 3. ഓക്കെ, അത് സജന മാമിന് അങ്ങോട്ട് കൊടുത്തു. സജന മാമിൻ്റെതാണ് കേട്ടത്. ഇനി ഇതില് 2 നമ്പർ ഉണ്ട്. ഇതിൽ ഒരെണ്ണം കൂടെ ഒന്ന് സെലക്ട് ചെയ്തേ. ഇത് ഇനി എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തോട്ടാ. നേരത്തെ മാമിന് വേണ്ടിയല്ലേ എടുത്ത്? 3. ഓക്കെ, 3. ഓക്കെ, അതായത് നമുക്ക് ഇനി സ്റ്റോറിയിലേക്ക് പോകാം. ഞാനിവിടെ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഇതെല്ലാം ഞാൻ എനിക്ക് ഏറ്റവും വോയിസ് മനസ്സിൽ ബ്രേക്ക് ആവുന്നുണ്ട് സർ. അതാ നിൽക്കുന്ന കുറച്ച് കേൾക്കുന്നില്ല. സ്ഥലങ്ങളുടെ പേരുകളാണ്. ഒരു മിനിറ്റ്, കേൾക്കുന്നില്ല. ഒരു മിനിറ്റ്. നോക്കിയാൽ ഇപ്പൊ അറിയാം, പറഞ്ഞത് നമ്മുടെ റിപ്പീറ്റ് ചെയ്യണം. മനസ്സിലായില്ല. കർണാടകയിലെ. ഓക്കെ, ഒന്നും ഞാൻ കേട്ടില്ല കുറച്ചു സർ. നേരം ഇങ്ങനെ നിൽക്കാം. അതായത് ഇനി ഞാൻ പറയുന്നത് ഓക്കെ. അതായത് ഞാൻ പോയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഞാൻ ഇതിൽ ഇങ്ങനെ മെൻഷൻ ചെയ്ത് വെച്ചിരുന്നത്, ഓരോ നമ്പർ ഇട്ട് വെച്ചിരുന്നത്. ഓക്കെ, അതില് കർണാടകയിലെ ഇത് കോഴിക്കോട് ബീച്ച് നല്ല ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടകയിലെ സെന്റ് മേരീസ് ദ്വീപ്. പിന്നെ ഞാൻ ഒന്നാമതായിട്ട് എഴുതിയത് കാശ്മീരിലെ ഗുൽമർഗ് എന്ന് പറയുന്ന സ്ഥലം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇനി ഇത് മാത്രമാണ് നമുക്ക് ഇനി പൊട്ടിക്കാനുള്ളത്, 3 മാത്രം. അതായത് എൻ്റെ ലൈഫില് വർഷത്തിൽ ഒരിക്കൽ ഒരു ലോങ് ട്രിപ്പ് കൃത്യമായിട്ട് ഞാൻ ചെയ്തു വരാറുള്ള ഒരാളാണ്. ജോലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാത്രകളും അതുപോലെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ലൈഫിൽ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ആകെ ഒരേ ഒരു ദിവസമാണ് നമുക്ക് കിട്ടുന്നത്. ഫോണൊക്കെ മാറ്റി വെച്ച് അന്നത്തെ ദിവസം ബിസിനസ് കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ഒരൊറ്റ ദിവസം സൺഡേ ഞാൻ എടുക്കാറുണ്ട്. ഇത് ഫാമിലിക്ക് ഞാൻ മൊത്തമായിട്ട് കൊടുക്കുന്ന സമയത്ത് വെക്കേഷൻ ടൈമിൽ ഒരു ലോങ് ട്രിപ്പ് അവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ഫാമിലിയെ കൊണ്ടുപോകും, ചിലത് ഞാൻ ഒറ്റയ്ക്ക് പോകും. ഫാമിലിയൊക്കെ ഉള്ള വരുന്നതിലൊക്കെ മുമ്പ് നമ്മൾ ഒറ്റയ്ക്കും ഇതുപോലെ ട്രാവൽ ചെയ്യാറുണ്ടായിരുന്നു, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇങ്ങനെ പോകും. അത് ഇന്ത്യയിൽ മൊത്തം ഇങ്ങനെ കറങ്ങി ഒരു ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ വരല് ഒരു ഹോബിയാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഒരിക്കല് ഇതുപോലെ കാശ്മീരിൽ പോയി. നേരെ ഇവിടുന്ന് ഡയറക്ടർ ട്രെയിൻ കാശ്മീർ പിടിച്ച് ജസ്റ്റ് ഒന്ന് കാശ്മീരിൽ ഒരു 7 days സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാം എന്നുള്ള മൈൻഡിൽ പോയിട്ട് അവിടെ ചെന്നു. അവിടെ നിന്ന് നേരെ ഞാൻ വേറെ ഒരു സ്ഥലത്തേക്ക് അപ്രതീക്ഷിതമായിട്ട് പോകേണ്ടി വന്നു. അവിടെ നിന്ന് ഞാൻ റിട്ടേൺ ടിക്കറ്റ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ ചെന്ന് ആ സ്ഥലം ആണ് ഇതിൻ്റെ അകത്തുള്ളത്, നമ്മുടെ സജന മാം സെലക്ട് ചെയ്തിട്ടുള്ള സ്ഥലം. ഇത് അവിടെ ചെന്നു. അത് ഞാൻ പറയാം. അതായത് പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളിലാണ്. പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിൾ. ഓക്കെ, നമ്പർ 3. അപ്പോ ഈ പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളിൽ ഞാൻ അവിടെ നിന്ന് വന്നു. അവിടെ ഏകദേശം ഞാൻ അമൃത്സർ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ വെളുപ്പിന് ഏകദേശം ഒരു 3 മണി ആ സമയത്താണ് അവിടെ എത്തിയത്. അവിടെ ചെന്ന് അവിടെ നിന്ന് ഞാൻ ഇതുപോലെ നേരെ അകത്തേക്ക് ചെന്നു. അകത്ത് ചെന്നപ്പോ തന്നെ അവിടെ കുറെ ഭടന്മാരൊക്കെ ഉണ്ട്. അവിടെ എല്ലാവർക്കും അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാല്
24 hours എന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ്. ഞാൻ ലൈഫിൽ എവിടെയും കണ്ടിട്ടില്ല. ആ ടെമ്പിളിൽ 24 hours ഫുഡ് ഫ്രീ ആണ്. 24 hours ഫ്രീ. അവിടുത്തെ മെയിൻ സംഭവം എന്ന് വെച്ചാല് ലങ്കർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഗോൾഡൻ ടെമ്പിളിലെ ലങ്കർ ഒരു ഭയങ്കര ടേസ്റ്റ് ഉള്ള സാധനമാണ്. ഒരു ലൈഫിൽ ഒരിക്കലെങ്കിലും അത് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ ഫുള്ള് ഭടന്മാരെ പോലെയുള്ള കുറച്ച് ആളുകൾ ഇങ്ങനെ കുന്തം പോലെ ഇതൊക്കെ പിടിച്ചു നിന്നിട്ട് അവിടെ ഫുൾ കാവൽക്കാരാണ്. അപ്പൊ അവിടേക്ക് കയറണമെങ്കിൽ നമുക്ക് തല മറക്കണം. അതായത് ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും തല മറച്ചാലേ അവരകത്ത് കയറ്റി വിടുള്ളൂ. അപ്പോൾ തലമറക്കാനുള്ള ഒരു ടവലൊക്കെ പുറത്ത് ആളുകളൊക്കെ വിൽക്കുന്നുണ്ട്. എല്ലാ ഷോപ്പുകളിലും ഉണ്ട്. അപ്പൊ ഞാനും ഇതുപോലെ എൻ്റെ അടുത്തൊരു പോക്കറ്റിലാണ് എപ്പോഴും ഒരു തൊപ്പി വെക്കാറ്. അപ്പൊ മുടിയിൽ പൊടിയാവാതിരിക്കാനൊക്കെ ഞാൻ എപ്പോഴും ഒരു തൊപ്പി കൊണ്ട് കരുതാറുണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ തന്നെ ആ ഭടൻ എന്നെ ഇങ്ങനെ തടഞ്ഞു നിർത്തി. എനിക്കാണെങ്കിൽ സാധാരണ നമുക്ക് അറിയുന്ന കുറച്ച് ഹിന്ദികളുണ്ടല്ലോ, തൊട തൊടമാലും കിത്തിന, ഇങ്ങനത്തെ ഹിന്ദികളാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ യാത്ര മുഴുവൻ ചെയ്യുന്നത്. അപ്പൊ ഇവര് കുറച്ച് വലിയ ഇംഗ്ലീഷുകാർ സംസാരിക്കുന്ന പോലെ കുറച്ച് വലിയൊരു ഹിന്ദിയിലാണ് ഇവര് എന്തൊക്കെയോ പറഞ്ഞത്. അപ്പൊ എനിക്കത് അങ്ങോട്ട് അർത്ഥപ്പെടുത്താൻ കിട്ടിയില്ലെങ്കിലും ഞാൻ പതിയെ ഇവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തത് ഇതെടുത്ത് തലയിൽ വെക്കാന്നുള്ളതാണെന്നുള്ളത് വെച്ചു. അതോടുകൂടി അവര് ഹാപ്പിയായി. ഞാൻ നേരെ അകത്തൊക്കെ ചെന്നു. അവിടെ ചെന്ന് സ്നാനൊക്കെ ചെയ്ത് ഞാൻ കുറച്ചു നേരം, നല്ല ക്ഷീണമുണ്ട്, സമയം 3 മണി. അപ്പൊ ഭക്ഷണം കഴിക്കാൻ പോയില്ല. കുറച്ചു നേരം അവിടെ ഗോൾഡൻ ടെമ്പിളിൽ ലൈറ്റ് ഒക്കെ വരണമെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു സുവർണ്ണ പ്രകാശം അതൊക്കെ കണ്ടു കേട്ടോ. ആ ശരിക്കും പറഞ്ഞ നേരം വെളുക്കുന്നതിന് മുമ്പ് ആ കാഴ്ച കാണണം. അതാണ് പ്രത്യേക ഒരു ഭംഗിയാണ്. ശരിക്ക് സ്വർണം തിളങ്ങുന്ന ആ ഒരു ഇത് ആ സമയത്ത് ചെന്നാലൊക്കെയാണ് നമുക്ക് കാണും. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാന്ന് വെച്ചാൽ അന്നത്തെ ദിവസം പഞ്ചാബിൽ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. ഫുഡ് എല്ലാം അവിടെ ഫുൾ ടൈം ഉണ്ട്. അപ്പൊ ഇനി ടെൻഷൻ ഇല്ല എന്ന് വെച്ചിട്ട് അവിടെ ഞാൻ ഇങ്ങനെ കടന്നുറങ്ങണ സമയത്ത് ഉറക്കത്തില് കുറച്ച് ആളുകൾ വന്നിട്ട് എന്നെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് ആ, എന്നെ നന്നായിട്ട് ഉപദ്രവിച്ചു. പിടിച്ച് അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് കോളറിലേക്ക് ഇങ്ങനെ പിടിച്ചു. പിന്നെ ഭയങ്കരമായിട്ടൊക്കെ ഉപദ്രവിച്ച് അവിടുന്ന് ഒരാള് ഒരു ജീപ്പില് ഏഹ് ഒരു നല്ല ഒരു കറുത്തൊരു ജീപ്പില് നമ്മളുടെ സെലിബ്രിറ്റി ഒരു സെലിബ്രിറ്റി വന്ന് എന്നെ രക്ഷിച്ചു. ഇവര് എല്ലാവരും എന്നെ ഇങ്ങനെ പിടിച്ചൊക്കെ നിൽക്കുക. ഫസ്റ്റ് ഒക്കെ നമ്മൾ കുറെയൊക്കെ ഇടിയൊക്കെ തടുത്തൊക്കെ നിൽക്കുമല്ലോ ഫസ്റ്റ്. പിന്നെ എന്നെ ഭയങ്കരമായിട്ട് ഇത് പിടിച്ച് എന്നെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ചെറിയൊരു ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വലിച്ചു പറിച്ചു കൊണ്ടുപോയി. പിന്നെ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കൊല്ലാൻ വന്നിക്കുന്ന ആ ഒരു ഫീല് ആ കറക്റ്റ് അതോടെ നമ്മളെ തട്ടിക്കളയും എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കണത്. അപ്പൊ ഞാനിങ്ങനെ എന്റെ ഫോണ് വിളിക്കാനുള്ള ആളുകൾ, ഇതെല്ലാം ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ട ആ ഒരൊറ്റ നിമിഷം നമ്മൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്വപ്നം കാണുന്ന പോലെ ആ ഒരു പെട്ടെന്ന് എല്ലാം കൂടെ ഇങ്ങനെ ലൈഫിലുള്ള എല്ലാം ഇങ്ങനെ മിന്നി മറിഞ്ഞൊരു ഒരു പ്രത്യേക ഒരു സമയം. അപ്പൊ ഒരാള് ഒരു കാറില് ഒരു ജീപ്പില്, ആ ജീപ്പിന്റെ നമ്പറാണ് നമ്മൾ ഈ പറഞ്ഞ ഫോർ. സുസ മാം, ആ ജീപ്പിന്റെ നമ്പർ എത്രയായിരുന്നു? 40. സൂസൻ മാമിന്റെ ഇത് 4052. 4052 എന്ന് പറഞ്ഞ ഒരു ജീപ്പില്, ആ നമ്പർ ആയിരുന്നു ആ ജീപ്പിന്. പഞ്ചാബിലെ എന്തോ എനിക്ക് തോന്നുന്നു 5 രജിസ്ട്രേഷനിൽ 4052 എന്ന് പറഞ്ഞ നമ്പർ. ആ നമ്പറിലെ ജീപ്പ് വന്ന് എൻ്റെ സൈഡിൽ വന്ന് നിന്നു. അതില് ഒരു മലയാളി സെലിബ്രിറ്റി ആയിരുന്നു. അദ്ദേഹം വന്ന് എന്നെ അവിടെ നിന്ന് ഇവരിൽ നിന്നൊക്കെ രക്ഷിച്ചു. ആക്ച്വലി അതൊരു ഡ്രീം ആയിരുന്നു. ഏഹ് ഞാന് ശരിക്കും ഞെട്ടിപ്പോയി. അവിടെ നിന്ന് ചാടിയൊക്കെ എഴുന്നേറ്റു. പക്ഷേ റിയാലിറ്റി എന്താന്ന് വെച്ചാല് ഈ ഡ്രീമിൽ നടന്ന അതേപോലെ തന്നെ ഏഹ് ഇദ്ദേഹത്തെ യാദൃശ്ചികമായിട്ട് അവിടുത്തെ ഒരു ഷൂട്ടിംഗ് സൈറ്റിൽ ഇങ്ങനെ ഏതോ ഒരു തെലുങ്ക് പടമാണോന്ന് അറിയില്ല. ആ ഒരു ഷൂട്ടിന് ഇദ്ദേഹം വന്നിട്ടുണ്ട്. ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വാഗ ബോർഡർ സംഭവങ്ങളൊക്കെ പിറ്റേ ദിവസം കാണാൻ പോയ കൂട്ടത്തിൽ ഇദ്ദേഹത്തെയും ജസ്റ്റ് പോയി കണ്ടു. ഒരു പ്രത്യേകം ഒരു ഏഹ് രക്ഷിച്ച ആളോട് തോന്നിയ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ. അത് മാത്രമല്ല അദ്ദേഹത്തെ എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ കൂടിയായിരുന്നു. അപ്പോ ഞാൻ അദ്ദേഹത്തെ കണ്ടു. ജസ്റ്റ് ഈ ഒരു കോമഡി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട്
അവിടെ നിന്ന് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പിരിഞ്ഞു. അപ്പൊ നമുക്കിവിടെ പോയ സ്ഥലം കിട്ടി. ഇത് നമ്മളുടെ സജന മാം പറഞ്ഞു തന്നു. വണ്ടി നമ്പർ നമ്മുടെ സൂസന മാം പറഞ്ഞു തന്നു. ഇനി നമുക്ക് സെലിബ്രിറ്റിയെ കൂടിയാണ് വേണ്ടത്. സെലിബ്രിറ്റിയെ ആരാണ് ധൈര്യമായിട്ട് മുന്നോട്ട് വരാ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്ന ഒരാള്? നമുക്ക് സെലിബ്രിറ്റിയെ കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ആരാണ് ഞാനൊന്ന് ഫോഴ്സ് ചെയ്യേണ്ടത്? അത്ര സൂസൻ മാമിനെ പോലെ ചന്ദ്രൻ സാറിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കേൾക്കുന്നു? അയ്യോ സോറി, ചന്ദ്രൻ സാർ അല്ല, രാജേന്ദ്രൻ സാർ. സോറി, രാജേന്ദ്രൻ സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതായത് ഞാൻ എന്റെ ഹെൽപ്പ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒട്ടുമിക്ക എല്ലാ സെലിബ്രിറ്റീസിന്റെയും പേരുകൾ ഞാൻ ഇങ്ങനെ ഇവിടെ എഴുതി വെക്കാറുണ്ട്. അതായത് മമ്മൂട്ടി, മോഹൻലാല്, അതുപോലെ തന്നെ ആസിഫ് അലി, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാല് കുഞ്ചാക്കോ ബോബൻ കാണുന്നുണ്ടാ? കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടാ? കുഞ്ചാക്കോ ബോബൻ, അതുപോലെ തന്നെ തമിഴ്നടൻ സൂര്യ, ഇതൊക്കെ രാം ചരൺ തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക സെലിബ്രിറ്റീസിന്റെ പേര് ഞാൻ ഇതിൽ, എനിക്ക് ഇഷ്ടമുള്ള നടന്മാര് എല്ലാവരുടെ പേര് ഞാൻ ഇതിൽ ഇങ്ങനെ വ്യക്തമായിട്ട്, ഇത് ഞാൻ ജസ്റ്റ് റഫായിട്ട് ഇങ്ങനെ ഇത് തുറന്നു കഴിഞ്ഞാൽ വേണ്ട. ദുൽഖർ സൽമാൻ തുറന്നു കഴിഞ്ഞാല് കമൽഹാസൻ തുടങ്ങി കാണുന്നുണ്ട് തോന്നുന്നത്. കാണുന്നുണ്ടാ? ഓക്കെ. അപ്പൊ രാജൻ സാറ് ഇനി ചെയ്യേണ്ടത്, ഞാനിങ്ങനെ റിപ്ലൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്നൊരു സ്റ്റോപ്പ് പറയാം. എവിടെയെങ്കിലും ഇഷ്ടമുള്ളവരോടത്ത് സ്റ്റോപ്പ് പറഞ്ഞാൽ മതി. ഓക്കെ? ആകെ കുറച്ചേ ഉള്ളൂ. പറഞ്ഞോ. ഓക്കെ. ഞാൻ കണ്ടോ? പേര് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എല്ലാവർക്കും കാണുന്നുണ്ടോ? ഓക്കെ ആണ്. യെസ്, ഇത് ഫഹദ് ഫാസിൽ. ഇനി ചിലപ്പോ വീണ്ടും ഇത് ചെയ്യുന്ന സമയത്ത് വീണ്ടും ചിലപ്പോ മാറാം. ഇത് അതായത് അടുത്ത ചെയ്യുമ്പോ ചിലപ്പോ അടുത്ത ആള് വരും കേട്ടോ. അത് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നില്ലേ. പക്ഷെ ഇവിടെ രാജൻ സാറിനെ എനിക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റിയതിന്റെ കാരണം എന്ന് വെച്ചാല്, ഇപ്പൊ ഞാനിതൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഫഹദ് ഫാസിലായിരുന്നു അന്ന് സ്വപ്നത്തിൽ വന്ന എന്നെ രക്ഷിച്ച ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ വിശ്വസിക്കോ? എന്നാ വണ്ടി നമ്പർ ഇതായിരുന്നു. സൂസൻ മാമിന് ഒരു നമ്പർ കിട്ടി. ആ വണ്ടി നമ്പർ ഇന്നതായിരുന്നു എന്ന് പറഞ്ഞ സൂസൻ മാം വിശ്വസിക്കോ? അതല്ല, പഞ്ചാബി ഇപ്പൊ ലാസ്റ്റ് വന്നത് ഇപ്പൊ നമ്മുടെ കാശ്മീർ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കപ്പോ വേണമെങ്കിൽ ഇതിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം നിങ്ങളെ വേണമെങ്കിൽ, അല്ലേ? ശരിയല്ലേ? അപ്പൊ ഞാൻ ഇതാണ് പറയുന്നതെങ്കിൽ ഈ സ്റ്റോറി ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ബിഫോർ സ്റ്റാർട്ട് ദിസ് പ്രോഗ്രാം, നമ്മളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ആരെങ്കിലും ഒരാൾ അൻസാർ അബ്ബാസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും, ഇൻസ്റ്റാഗ്രാം പേജ് കിട്ടും. അതിൽ സ്റ്റോറിയിൽ ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി അതൊന്ന് ഉറക്കെ വായിച്ചു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഞാൻ വായിക്കട്ടെ സാർ. ഇൻസ്റ്റാഗ്രാമിൽ വായിച്ചോ. പഞ്ചാബിലെ ഗോൾഡൻ പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളിൽ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ കുറച്ച് ആളുകൾ എന്നെ ഉപദ്രവിച്ചു. 4052 വണ്ടി നമ്പർ ഉള്ള ജീപ്പിൽ വന്ന ഒരാൾ എന്നെ രക്ഷിച്ചു. അത് മലയാളത്തിലെ അഭിമാന താരമായ ഫഹദ് ഫാസിലായിരുന്നു. കേട്ടിരുന്നോ? താങ്ക് യു. കേട്ടിരുന്നു. ഇതാണ് മൈൻഡ് ഹാക്കിങ്ങിന്റെ, മെന്റലിസത്തിന്റെ ഒരു ചെറിയ ഒരു രൂപം. എങ്ങനെയുണ്ട്? നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ? ാണ് പക്ഷെ കൺഫ്യൂസ്ഡ് ആണ് ഇതെങ്ങനെ പറ്റി എന്നുള്ളത്. അതാണ് ഫോഴ്സിങ്. ഇതിപ്പോ സജന മാം ഇപ്പൊ ഒന്നാണ് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ, ലാസ്റ്റ് നമുക്ക് എനിക്ക് വേണ്ടി സ്വന്തം സെലക്ട് ചെയ്തെങ്കിൽ ഇതെല്ലാം ഇവിടെ പാളിപ്പോയനായിരുന്നു. ഇനി സൂസൻ മാമിന്റെ നമ്പർ, എനിക്ക് അവിടെയാണ് കൺഫ്യൂഷൻ വന്നത്. സൂസൻ മാമിന്റെ നമ്പർ ഞാൻ അപ്പൊ തന്നെ ക്ലിയർ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇതായത്. അല്ലെങ്കിൽ ഇവിടെയും അത് പാളിപ്പോയനായിരുന്നു. ഓക്കെ, അപ്പോ ഇതാണ്
മൈൻഡ് ഹാക്കിന്റെ ഒരു ചെറിയ ഒരു കോച്ചിങ് മെത്തേഡാണ് ഞാനിപ്പോ നിങ്ങളെ കാണിച്ചത്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, എന്റർടൈൻമെന്റ് ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഹാപ്പി. രാജൻ സാർ, പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. എന്നെ കേട്ടിരുന്ന ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് എ ലോട്ട്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് സംഭവിച്ചത്, എന്താണ് ഇനി ഇതിൽ നിന്ന് ഈ റിവീൽ ചെയ്യല് കുറച്ച് ടാസ്ക് ആണ്. എന്ന് വെച്ചാൽ ആശാനൊക്കെ ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. ആശാനൊക്കെ ഇവിടെ ഇരുന്ന് കറക്റ്റ് ആയിട്ട് ക്ലാസ് കേൾക്കുന്നുണ്ട്. അപ്പൊ റിവീൽ ചെയ്യല് കുറച്ച് ടാസ്ക് ആണ്. അപ്പൊ ഇത് എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കേൾക്കുന്നില്ല. മ്യൂട്ട്. ഞാൻ സ്ക്രിപ്റ്റ് ഇന്ന് രാവിലെയാണ് ഞാൻ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത്. അതാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയത്. സ്ക്രിപ്റ്റ് ഉണ്ടാക്കണ്ടേ, ഞാൻ എങ്ങനെയാണ് ഇതിനകത്തേക്ക് എത്തിക്കാന്നുള്ളത് ആലോചിച്ചിട്ട് കുറച്ച് കൺഫ്യൂസ് ആയിരുന്നു. പിന്നെ കുഴപ്പമില്ല, നമുക്ക് എങ്ങനെ വരുമല്ലോ. കഥകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ എന്ത് കഥ പറയും എന്നാലോചിച്ചിട്ട് ചെറിയൊരു ഉറക്കത്തിന് കുറച്ച് ഇതുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ട് ഇത് മെന്റലിസം എങ്ങനെയുണ്ട് സംഭവം പ്രശംസ? നല്ലതായിരുന്നു. പക്ഷെ എങ്ങനെ എന്റെ നമ്പർ പിടിച്ചു എന്നുള്ളത് എനിക്ക് ഒരു സംശയം. അതിന്റെ സീക്രറ്റ്സ് ഞാൻ എന്തായാലും കാണാൻ വരുന്നുണ്ട്. ഓക്കെ അന്നേരം റിവീൽ ചെയ്യുന്നതായിരിക്കും അല്ലേ? ഒരു വീഡിയോ, ഡയറക്റ്റ് വീഡിയോ തന്നെ ചെയ്യാൻ വരുന്നുണ്ട് ഞാൻ. ആണല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഓക്കെ നമ്മ തമ്മിലൊരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട്. ഓക്കെ പിന്നല്ലാണ്ട്. ഓക്കെ ഐ അപ്പൊ ബിലീവ് ദാറ്റ്. എല്ലാരും ഹാപ്പി. അപ്പൊ സജന മാം, നമുക്ക് താങ്ക് യു. യെസ്, നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു കേട്ടോ. വൈൻഡപ്പ് ചെയ്യല്ലേ? താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. അപ്പൊ Thank you, എല്ലാവർക്കും sir. നല്ല ദിവസം ഉണ്ടാവട്ടെ അല്ലേ? ഓക്കെ, അബിസാർ എന്തോ പറയാൻ വന്നിരുന്നു. താങ്ക് യു സാർ പോയി. പറഞ്ഞായിരുന്നു. താങ്ക് യു എന്ന് പറഞ്ഞായിരുന്നു. അതല്ലേ, അപ്പൊ Thank you. പോകേണ്ട സമയമായിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതാ, താങ്ക് യു. ഓരോരുത്തരുടെ താങ്ക് യു ഒക്കെ പറയുന്നുണ്ട്. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? പറയൂ സാർ, പറയൂ. വോയിസ് കേൾക്കുന്നുണ്ടോ? പ്രശാന്ത് സാർ. കേൾക്കുന്നുണ്ട്. അൻസർ നല്ലൊരു പെർഫോമൻസ് പറഞ്ഞോ. ആയിരുന്നു. താങ്ക് യു. നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ഒരു മെന്റലിസ്റ്റ് ആണ്. നല്ല കഷ്ടപ്പാടുണ്ട് ഇത് ചെയ്യാന്ന് പറയണത്. കാരണം am I audible? യെസ് യു ഓഡിയബിൾ ആർ. ഓക്കെ. അപ്പോ ഒരു മെന്റലിസ്റ്റ് എന്ന് പറയുന്നത് ലൈഫ് പെർഫോമൻസിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. അപ്പോ എനിക്കറിയാം, ഞാനും ഒരുപാട് വേദികളിൽ വെള്ളം കുടിച്ചിട്ടുള്ളതാണ്. അപ്പോ ഞാനിപ്പോ ഭയന്നുപോയി. സാറ് ആ ഒരു ഇതിലേക്ക് എത്താൻ എടുക്കുന്ന എഫോർട്ട്, അത് ഏതൊരു ലൈവ് പെർഫോമൻസ് ആയതുകൊണ്ട് തന്നെ ഇതില് ആക്ഷൻ കട്ട് ഒന്നും ഇല്ല. അപ്പൊ ഒരു മെന്റലിസ്റ്റ് അതെ. എത്രത്തോളം എഫോർട്ട് എടുത്തിട്ടായിരിക്കും തന്റെ മുന്നിലിരിക്കുന്ന കാണികളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്. ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതൊരു വേറൊരു മെന്റലിസ്റ്റിന് അതിന്റെ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ. അപ്പൊ അവൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് അത് ചെയ്തത്. എന്തായാലും അതൊരു നല്ലൊരു കയ്യടി വേണ്ട ഒരു പെർഫോമൻസ് ആണ്. ഇത് നല്ല എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട ഒരു പെർഫോമൻസ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും അതിന്റെ സീക്രട്സ് റിവീൽ താങ്ക് യു. ചെയ്യുമ്പോൾ അതിന്റെ എഫേർട്ടിന്റെ വാല്യൂ നഷ്ടപ്പെടും. അത് ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ആസ് എ മെന്റലിസ്റ്റ് അതെ, അടിപൊളി അതെ, പെർഫോമൻസ് അതെ, ആയിരുന്നു. അതെ, അതെ, അതെ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു സാർ. Good morning, Ansar sir. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു എഫേർട്ട്, യൂണീക്ക് ആയിട്ടൊരു ആർട്ട് ഫോം ആണിത്. എല്ലാവർക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഹാറ്റ്സ് ഓഫ് ടു യു. ആൻഡ് ഇന്ന് മോർണിംഗ് സെഷൻ പക്ഷേ ഒരുപാട് കൺഫ്യൂഷൻ, ഓഡിയൻസിന് കൺഫ്യൂഷൻ എങ്ങനെയാണ് എന്താണ് എന്നുള്ളത്. എനിവേ, ഗ്രേറ്റ് എഫേർട്ട്.
appreciate your effort and keep going, sir. ഞങ്ങൾക്ക് കുറെ ഇങ്ങനത്തെ താങ്ക് യു കാര്യങ്ങൾ താങ്ക് യു. ഞാൻ കേട്ടോണ്ടിരുന്നു അലോങ് വിത്ത് വർക്ക്. അപ്പൊ എനിക്ക് ഇങ്ങനെ എന്തൊക്കെയാണ് പിന്നെ സർ അമൃത് സർ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഒരു ഡ്രീം ആയിരുന്നു എന്നുള്ളത് ഇതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ എനിക്ക് ഐ വെന്റ് ബാക്ക് ടു ചൈൽഡ്ഹുഡ് ഡേയ്സ്. എപ്പോഴും ഈ മാതിരി പേരുകൾ നോർത്ത് കർണാടകയിൽ താമസിച്ചത് കൊണ്ട് ഈ പേരുകളൊക്കെ ഈ ലങ്കർ ഇതൊക്കെ എനിക്ക് ഒരുപാട് നോസ്റ്റാലജിക് ഫീലിംഗ് വന്നു ആ സമയത്ത്. ഐ വെന്റ് ബാക്ക് ടു ദോസ് ഡേയ്സ്. താങ്ക് യു ആൻഡ് ബെസ്റ്റ് വിഷസ് സർ. വർക്കിന്റെ ഇടയിലാണ് തോന്നുന്നു താങ്ക് യു. ഈ ഒരു സെക്ഷൻ നടത്തിയത് അല്ലേ സർ? വർക്കിന്റെ ഇടയിലാണോ എടുത്തത്? അതെ 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 ഓക്കെ തീർച്ചയായിട്ടും ആക്കി പോകണം. കുറച്ച് ദൂരം കടക്കി പോകണം. ഓക്കെ സർ. ഇനി ഡിസ്റ്റർബൻസ് മാത്രം ഒരു ഡ്രോബാക്ക് ആയിരുന്നു. അതർവൈസ് വെരി നൈസ്. താങ്ക് യു സർ. ബെസ്റ്റ് വിഷസ്. ഗുഡ്. താങ്ക് യു. കഥ പറഞ്ഞപ്പോ ശരിക്കും അങ്ങ് ടെൻസ്ഡ് ആയി പോയി കേട്ടോ. അതാണ് മാം. ഗുഡ് മോർണിംഗ് അൻസാർ സർ. ഗുഡ് മോർണിംഗ്. അതായത് നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. അപ്പം ഈ സബ്ജക്ട്സ് മാത്രമല്ല കൊല്ലാമെന്ന് entertainment കൂടെ. ഗുഡ് മോർണിംഗ് കൊണ്ടുവരണ്ടേ? അതാ ഞാൻ പറഞ്ഞത് സബ്ജക്ട് എടുക്കണ കാര്യത്തില്. ഇതാകുമ്പോ പിന്നെ നമ്മൾക്ക് അറിയുന്നൊരു ആർട്ട് ഫോം ആണല്ലോ. അത് നല്ലതായിട്ട് പ്രസന്റ് ചെയ്തു. നല്ല അതെ, Thank you. എന്തായാലും നല്ലൊരു എന്റർടൈൻമെന്റ് താങ്ക് യു തന്നെയായിരുന്നു സർ. കേട്ടോ സർ. അതെ ക്ലാസ് അതെ എടുക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നത് നല്ലൊരു എന്റർടൈൻമെന്റും പിന്നെ ഭയങ്കര ക്യൂരിയോസിറ്റിയും പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. യെസ്. താങ്ക് യു താങ്ക് യു ഗുഡ് മോർണിംഗ്. താങ്ക് യു താങ്ക് യു. ഗുഡ് രാവിലെ മോർണിംഗ്. ഇന്നലെ കണ്ടപ്പോഴേ വിചാരിച്ചു ഒരു ഓഫർ ഉണ്ടാവുന്ന. എന്തായാലും എനിക്കിരുന്നത് വെറുതെ ആയില്ല. ഒരു അരമണിക്കൂറത്തെ ഉറക്കം കൊണ്ട് വലിയൊരു പിന്നെ സൂസൻ മാം ഇത്തിരി വെള്ളം കുടിപ്പിച്ചു. അതേതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൂസൻ മാമിന്റെ വെള്ളം കുടിപ്പിക്കൽ. അത് അടിപൊളിയായിരുന്നു. അല്ല കൈവിട്ടു സൂസൻ പോവോന്ന് വിചാരിച്ചിട്ട്. സൂസൻ മാമെ ഇതിന്റെ ഇടയിൽ ഏജ് കുറച്ച് കാര്യം ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് റിവീൽ ആക്കി. അല്ല എനിക്കത് ക്ലിക്ക് ചെയ്തില്ല. ഇന്ന് ഈ വർഷം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ എന്റെ കറക്റ്റ് ഡേറ്റ് എത്തിയിട്ടില്ല. എത്താൻ പോകുന്നതേ ഉള്ളൂ. താമസിയാതെ എത്തും. ഉടനെ തന്നെ എത്തും. പക്ഷെ എത്താഞ്ഞോണ്ട് ഞാൻ ഞാനത് പറഞ്ഞല്ലേ അതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. ഇന്ന് നമ്മ ബർത്ത്ഡേ ആഘോഷിക്കുകയാണെന്ന്. ഓക്കെ ഓക്കെ അത് ക്ലിക്ക് ചെയ്തില്ല. അതാ പറ്റി. എന്നാലാണ് അത് കറക്റ്റിലേക്ക് വരുള്ളൂ. ഇതൊക്കെ എനിക്ക് അതെ 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 പിടിച്ചത്. ഇതൊക്കെ എന്ത് അല്ലേ പിന്നല്ലാണ്ട് അൻസാർ സർ? സൂസൻ മാമിന്റെ ബർത്ത്ഡേക്ക് എനിക്കറിയാലോ. അതെ അതെ സൂസൻ മാമിന്റെ ബർത്ത്ഡേ എനിക്കറിയാലോ. അപ്പൊ ഞാൻ വണ്ടി നമ്പർ അതാക്കുമല്ലോ. പക്ഷെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു, ധൈര്യമായിട്ട് പോസ്റ്റ് ചെയ്തു. ഇന്നതാണ് ബർത്ത്ഡേ എന്നുള്ളത് വിചാരിച്ചിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് പോയിട്ട് എനിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. പ്രശാന്ത് സാറിന്റെ ക്ലാസ് ഒന്ന് രണ്ടെണ്ണം ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു സാർ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും ഒക്കെ തട്ടി വീഴാൻ സാധ്യത ഒരുപാടുള്ള കാര്യമാണല്ലോ എന്ന്. അപ്പൊ സുസ്മിത വയസ്സ് പറ്റിച്ച് നമ്മളെ ഒന്ന് പറ്റിക്കാൻ നോക്കി. പക്ഷെ നമ്മളതിലൊന്നും വീഴില്ലല്ലോ. നമ്മളൊന്നും വീണില്ല. അതാ എന്തായാലും സുസം മാം ഞങ്ങള് കുറച്ച് വയസ്സിൽ തന്നെ നിൽക്കുവാണ്. ഒട്ടും മുന്നോട്ട് പോവില്ല കേട്ടോ. അതെ 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 തീർച്ചയായിട്ടും. സുന്ദരിക്കുട്ടിയായിട്ട് അങ്ങനെ തന്നെ ഇരിക്കൂ. അപ്പൊ ഇനി അല്ല കുഴപ്പമില്ല. എല്ലാവർക്കും ഏതായാലും അധികം നാളില്ല. ഉടനെ തന്നെ കറക്റ്റ് വരും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അൻസാർ സാർ. മാം 1960 സംതിങ് അല്ലേ പറഞ്ഞത്? 61. അതെ അതെ 61. ബർത്ത്ഡേ ആഘോഷിക്കാറായിട്ടുണ്ടല്ലേ? എന്താണ് കേട്ടില്ല? താങ്ക് യു താങ്ക് മന്ത് യു. ഏതാ? മന്ത് മന്തോ എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ടുണ്ട്. കാരണം റെക്കോർഡ് ആസ് പെർ റെക്കോർഡ് ഇസ് ഡിഫറെന്റ് ഫ്രം ആക്ച്വൽ ഡേറ്റ്. അപ്പൊ അതുകൊണ്ട് മന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാരണം രണ്ടും ആഘോഷിക്കേണ്ട ഒരു ഇതല്ലേ? ആഘോഷിക്കണമെങ്കിൽ രണ്ടും ആഘോഷിക്കണം. കാരണം ഞങ്ങളുടെയൊക്കെ എന്റെയൊക്കെ ആ പ്രായത്തിലെ ആ കാലത്തൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഈ ഒരു 2 ഡേറ്റ് വരും. കാരണം സ്കൂളില് പിടിച്ചത് താഴോട്ടാക്കുമെന്ന് പറഞ്ഞപ്പോ കരഞ്ഞ് ബഹളം വെച്ചപ്പം ഡേറ്റ് മാറ്റി. SSLC പരീക്ഷയുടെ അതിനു മുമ്പ് നമ്മൾ അങ്ങനെ ആണല്ലോ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ അന്നേരം ഡേറ്റ് മാറ്റി. അപ്പൊ ആക്ച്വൽ ഡേറ്റ് എനിക്കുണ്ട് 2 സെപ്റ്റംബറിലാണ്.
ആക്ച്വൽ ഡേറ്റ് സെപ്റ്റംബറിലാണ്, പക്ഷെ അതിപ്പോ ഈ അടുത്തിടത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ആ എനിക്കുണ്ട് രണ്ടെണ്ണം. എനിക്ക് മെയ് അതാ 28ഉം ആ ഓഗസ്റ്റ് 28ഉമാണ്. 25 ഓഗസ്റ്റ് ഉള്ളത് 3 മാസം കുറച്ച് അതെ അറിയുമോ, മെയ്യിലാക്കി. എന്റേതും അങ്ങനെയാ, 3 അതല്ല, മാസം കുറച്ച്. 5 വയസ്സ് തയ്ക്കാൻ വേണ്ടിട്ട്. എനിക്കുണ്ട് മാം, അത് അതെ കുറെ നിങ്ങൾക്ക് പേർക്ക് അങ്ങനെയല്ലേ. എനിക്ക് ഉണ്ട്. എനിക്ക് 10 വർഷം കൂട്ടിയിട്ടുണ്ട്. 10 വർഷം. ഓ എന്റെ അത് ശരി. ശരിക്ക് 25 എന്റെ വയസ്സ്. ആ ഇപ്പൊ ആ, ഓൾറെഡി ശരിയാണ്. റെക്കോർഡ് അത് കണക്കിൽ ഞങ്ങൾ 35. ആ വിശ്വസിക്കത്തില്ല. ശരിയായിരിക്കും, ശരിയാണ്. ആ, ശരിയാണ് അപ്പൊ സാർ. അപ്പം ഭാര്യയും മോനും ഒന്നും കേക്കണ്ട കേട്ടോ. അതെ അതെ അതെ. വർഷങ്ങളായിട്ട് ജനിക്കുന്നതിന് 25 മുമ്പേ ബെസ്റ്റിലാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കിയല്ലേ? അതെ എന്താ ചെയ്യാ? ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംഭവം ഭൂജാതനാവാൻ പോകുന്നുണ്ട് എന്ന് മുൻകൂട്ടി കണ്ട്. അതെ അതെ അതെ. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ പറയും ഞാനിവിടെ ഇരിപ്പില്ല എന്ന് തന്നെ പറയും അല്ലേ, ഞങ്ങളെ അതും വിശ്വസിപ്പിക്കും. അതെ, ഇത് നീ ഹിപ്നോട്ടിസം ചെയ്യണോ? മറ്റേ സലീംകുമാർ പറഞ്ഞ പോലെ ഇതില്ലാന്നല്ല. ഞാൻ ജനിച്ചിട്ടേ ഇല്ല. ഇല്ല ഇല്ല. അതാ. അതെ. എനിവേ ഇറ്റ് വാസ് സച്ച് എ ഗുഡ് എന്റർടൈൻമെന്റ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ സജന മാം അതിന്റെ പേയല്ലേ റെക്കോർഡ് അപ്പൊ സെഷൻ ഒക്കെ ഓഫ് ചെയ്തോ? അല്ലെങ്കിൽ ഇത് അപ്പൊ റെക്കോർഡ് കേൾക്കുന്നവര് മെന്റലിസം ഒക്കെ മാറ്റി വെച്ചിട്ട് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക കേട്ടോ. അതെ അതെ, താങ്ക് കഴിഞ്ഞ യു. ദിവസം എനിക്ക് ഡ്രൈവ് ചെയ്യണ വീഡിയോ ഓണാക്കിണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷനായി, കാരണം ക്ലാസ്സിലും ശ്രദ്ധിക്കുന്നുണ്ട്, വണ്ടി ഓടിക്കണ കണ്ടപ്പോഴേ ആണോ? ശ്രദ്ധിച്ചോട്ടെ. വണ്ടി അതെ അതെ, ഒരു ഓടിച്ചോണ്ട് ക്ലാസ്സിൽ കയറിയോ? വണ്ടി ഓടിച്ചോണ്ട് ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നേ. ഓ അപ്പൊ അത് നമുക്ക് ശരി. ടെൻഷനാവും. അതറിയാതെ ഓണായി പോയതാണ്. അതറിയാതെ ഓണായി പോയതാണ്. അത് ശരി. അല്ല, അങ്ങനെ വണ്ടി ഓടിക്കണ സമയത്ത് ശ്രദ്ധിക്കാൻ പറഞ്ഞതായിരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ ദെൻ. ഗുഡ് ഡേ എവരിവൺ. Good ഓക്കെ, day. ഓൾ ഓഫ് യു. താങ്ക് യു all.